അപ്പോൾ നമ്മുടെ ഇഡ്ഡലിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ് നമുക്ക് ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കിയാലോ. സൂപ്പർ ടേസ്റ്റാണ്. നല്ലെണ്ണയിലാണ് ഇത് നമുക്ക് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് കേട്ടോ. നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനം വെച്ചാൽ നമുക്ക് വടപ്പരിപ്പ് ആവശ്യമാണ്. നമ്മൾ പരിപ്പൊടി ഉണ്ടാക്കണില്ലേ, ആ പരിപ്പാണ്. അത് നല്ല പോലെ കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉഴുന്നും നമുക്ക് അരേശ കപ്പ് എടുക്കുക. പിന്നെ 1/4 സ്പൂണ് ജീരകം. അരി നമുക്ക് കുറച്ച് 2 സ്പൂൺ എടുത്താൽ മതി. പുഴുക്കലരി ആയാലും പച്ചരി ആയാലും ഇതുപോലത്തെ ചോന്നരിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എള്ള്, വൈറ്റ് എള്ള് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല. അതൊക്കെ 1/4 സ്പൂൺ മതി കേട്ടോ. ഇത് കുരുമുളക് പൊടിയാണ്, അല്ല കുരുമുളകാണ്, മുഴുവൻ കുരുമുളക്. പിന്നെ നല്ല കറി ലീവ്സും വേണം. പിന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്, അതുപോലെ കാശ്മീരിയുടെ വറ്റൽമുളകില്ല അങ്ങനത്തെ നീളമുള്ളത്, അത് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ 1/4 സ്പൂണ് കാശ്മീരിയുടെ പൊടിയും പിന്നെ ഇടിച്ച മുളക് പൊടിയില്ലേ നമ്മുടെ വലിയ വറ്റൽമുളക്, അതിൻ്റെ ഒരു 1/4 സ്പൂൺ എടുത്തിട്ടാണ് ഞാൻ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് നമ്മൾ ചൂടാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പരിപ്പും അതുപോലെ തന്നെ ഉഴുന്നും ഒരു ഗോൾഡൻ കളറായിട്ട് എല്ലാ സാധനങ്ങളും അതൊന്നും കരിഞ്ഞ് പോരുത് കേട്ടോ. കണ്ട കറിവേപ്പില ഉണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊടിഞ്ഞണ പോലെ നല്ല വറുത്തെടുത്തിരിക്കണം. അങ്ങനെ ഒന്നും കരിഞ്ഞ് പോരുത് കേട്ടോ. അപ്പോൾ ഞാനിതേ കാശ്മീരിയുടെയും അതുപോലെ തന്നെ ഇടിച്ച മുളക് പൊടിയും 1/4 സ്പൂണ് ഒന്ന് ചൂടാക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം അത് ഇരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇതിപ്പോൾ ചൂടാക്കിയിട്ട് നമ്മൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഉപ്പിടാനായിട്ട് മറന്നു. ഉപ്പ് ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊടി ഉപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യം ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടിയാണ്. ചെറിയൊരു കായം കഷ്ണാക്കി ഇട്ട് കൊടുക്കും. കായത്തിൻ്റെ പൊടി താല്പര്യമില്ലാത്തവർക്ക്, കായത്തിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം സംഭവം റെഡി, അടിപൊളി നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കമൻറ്റുകൾ ഇടുമ്പോൾ നമുക്കതിൽ കുറവുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ കമൻറ്റുകൾ വായിക്കുമ്പോൾ ചെറിയൊരു മനസ്സുഖം ഉണ്ടാവും, അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയണത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, നല്ലെണ്ണയുടെ കൂടെയാണ് ഇത് അധികമായിട്ട് നമ്മൾ കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.